അടിപൊളി തുടക്കം തന്നെ അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്നറിയില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഐറ്റംസ്? മുള്ളിമോ ഐറ്റംസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചായയുണ്ട്, കാപ്പിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, വടയുണ്ട്, സാമ്പാറുണ്ട്, തമ്പളിയുണ്ട്, ചട്നിയുണ്ട്, ചായ ഉണ്ട്. സേടമാ സ്വീറ്റ് കപ്പിൾസ്. യെസ്, നമ്മുടെ രംഗൻ ചേട്ടൻ സൂപ്പറാണ്. അപ്പോൾ ഭുവനേശ്വർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടീമിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ബിഫോർ ടൈം നമ്മളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഹാഫ് ആൻ അവർ നേരത്തെ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ നമ്മുടെ ബസ്. എല്ലാവരും അവരുടെ ട്രോളിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ഒരു ടീമായിട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത്. കാരണം മറ്റുള്ളവരുടെ സമയം നമ്മൾ കൂടി പാഴാക്കാൻ പാടില്ല എന്നുള്ളൊരു ഓരോരുത്തരായിട്ട് കയറുകയാണ്. പുരിയിലോട്ടാണ് പോകുന്നത്. അപ്പം നേരെ പുരിയിലോട്ടല്ല, petrol auto jala 50 rupees per head, that is drop per. Easy, see the rate and time. Don't repair the ship. You need to repair the ship on the collection. If you repair, you are late. That's Sunday ship. It's a polo come. After Nimbu Chapula, 17,000 package, only 17. Omkareshwara, Mamleshwara, Ujjaini, Mahakaleshwara, കാശി, അയോധ്യ. അല്ലല്ല, വേറെ 2-3 ട്രോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്ക്, ഇമേജ് ട്രോളാണെന്നേ ഉള്ളൂ. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദ്രഭാഗ എന്ന് പറയുന്ന സീഷോറിലാണ്. ഇപ്പോൾ സമയം 12 മണി. അപ്പോൾ 12 മണിക്ക് എന്തിനിവിടെ വന്നു നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് കൊണാർക്ക് ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ട് പോകാം. മാക്സിമം നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്രയും സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൊണാർക്ക് വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ ചന്ദ്രഭാഗ ബീച്ചൂടെ കാണാമെന്ന് വെച്ചു. ചന്ദ്രഭാഗ എന്ന് പറയുന്ന നദിയുണ്ട്, അത് പണ്ഡരിപ്പൂറാണ്. ഇത് ചന്ദ്രഭാഗ എന്ന് പറയുന്ന കടൽ തീരമാണ്. അതായത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ. ഇവിടെ ബേ ഓഫ് ബംഗാളാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം. നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ എടുത്താലും Mai.
അപ്പോൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൊണാർക്ക് പോകാനാണ് പരിപാടി. ചന്ദ്രഭാഗ ബീച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കുക്കും നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് പുരിയിലാണ് സ്റ്റേ. അപ്പോൾ കുക്കും നമ്മളോട് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്ന് തനി ഒഡീഷ ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. എന്നെ പിടിച്ചാൽ രക്ഷപ്പെട്ടു. നോക്കാം. ചോട് ചോട് ചോട്. ഇവിടെയാണ് നമ്മുടെ ഭക്ഷണം. ഹോട്ടൽ രാമചണ്ഡി. അങ്ങനെയല്ലേ പ്രൊണൗൺസിയേഷൻ? ഇടയ്ക്കാമലം കൊച്ചു ഇടയ്ക്കാമലം. ഹലോ ഗൈസ്, നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസം. ഇതിവിടുത്തെ ഫുഡല്ല. നമ്മൾ രാവിലെ ഇത് പ്രിപ്പയർ ചെയ്തിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുവാദം നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാതെ ഈ ഹോട്ടലിലെ ഫുഡല്ല. ഇന്നത്തെ നമ്മുടെ ഐറ്റം ചോറ്, സാമ്പാറുണ്ട്, ചമ്മന്തിപ്പൊടി, അച്ചാർ, ചമ്മന്തി, പിന്നെ ക്യാബേജിൻ്റെ തോരൻ. ഊണൊക്കെ അടിപൊളിയായിരുന്നു. ഊണെല്ലാം കഴിഞ്ഞു നേരെ കൊണാർക്ക് ക്ഷേത്രത്തിലേക്ക്.